ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ കയ്യിൽ കുറേ ഹെയർ കളർ ഉണ്ടേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. പല ഷെയ്ഡ്സിലുള്ള ഹെയർ കളറും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെറ്റിയയിൽ പറ്റുന്ന ഹെയർ ഡൈ എങ്ങനെ കളയാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല കമൻസ് ഉണ്ട്, ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ കുറേ പേര് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഹെയർ ഡൈ ചെയ്യുമ്പം നമുക്കറിയാം എല്ലാവർക്കും ഭയങ്കര ഒരു ടെൻഷനായിരിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പം വരുമോ, മുടി പോകുമോ, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പല ഡൗട്ട്സും. അപ്പോൾ ഇന്ന് ആ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. അപ്പോൾ ആ കൂടെ ഞാൻ ഉപയോഗിക്കുന്ന കുറേ ഹെയർ കളറും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വീഡിയോ കണ്ട പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഏത് ഹെയർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ കളറ് ഗാർണിയർ കളർ നാച്ചുറൽസിൻ്റെയാണ്. അപ്പോൾ ഞാൻ പല കമ്പനികളുടെയും ഹെയർ കളർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കമ്പനിയുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്, ഗാർണിയർ കളർ നാച്ചുറൽസ്. അപ്പോൾ ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേഡീസ് സ്റ്റോറുകളുണ്ട്, അതായത് ലേഡീസ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ലേഡീസ് സ്റ്റോറുകളിൽ ഇത് അവൈലബിൾ ആണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള ഓൺലൈൻ സ്റ്റോറുകളിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഓരോ കളറിനും ഓരോ ഷെയ്ഡുണ്ട്, ഓരോ നമ്പറുണ്ട് കളറിന്. ഇപ്പോൾ 4.20, 5.32, 3 അങ്ങനെ പല നമ്പറിലാണ് ഈ ഷെയ്ഡുകൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കി വാങ്ങുക. ഒന്നെങ്കിൽ കളർ നോക്കി വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ഷെയ്ഡ് നമ്പർ ഓർത്തിരുന്ന് അത് നോക്കി വാങ്ങുക. അപ്പോൾ ഇന്ന് ഞാൻ കുറേ ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്താണ് റിസൾട്ട് കിട്ടിയത്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതൊക്കെ പറയാം. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര കാലമായിട്ട് ഹെയർ ഡൈ യൂസ് ചെയ്യുന്നു എന്ന്. അതിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നാളായി കേട്ടോ. കാരണം എൻ്റെ മുടി നേരത്തെ തന്നെ ഗ്രേ ഹെയർ ആകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഹെന്നയൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഹെന്ന യൂസ് ചെയ്യുമ്പം എനിക്കിഷ്ടമാണ്. ഹെന്ന ചെയ്ത് കഴിയുമ്പോൾ ആ മുടിയുടെ കളറൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. എപ്പോഴും ഒരു സുഖമില്ലാത്ത സ്മെല്ലാണ്. നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാലും മുടിക്ക് വല്ലാത്തൊരു സ്മെല്ല് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഹസ്ബൻഡിന് തീരെ പിടിക്കുന്നില്ല ആ സ്മെല്ല്. കൂട്ടത്തിൽ കിടക്കുമ്പോൾ മുടിയെന്ന് വല്ലാത്തൊരു സ്മെല്ലാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് മാറ്റാമെന്ന് വെച്ചു. അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ കൂടെ കിടക്കുന്ന ആൾക്ക് നമുക്കിഷ്ടമില്ലാത്ത ഒരു സ്മെല്ലുള്ള ഇപ്പോൾ ഒരു പെർഫ്യൂമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഹെന്നയുടെ സ്മെല്ല് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റാമെന്ന് വെച്ചു. അത് തന്നെയല്ല, അത് ഉപയോഗിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. ഇതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം, രാത്രി മൊത്തം വെക്കണം, പിറ്റേ ദിവസം അത് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര ചടങ്ങ്. അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും നമ്മളിത് ഡ്രൈ ആകാൻ വേണ്ടി ഒരുപാട് നേരം വെക്കണം. ചിലപ്പോൾ തണുപ്പിറങ്ങി ജലദോഷം പിടിക്കും, അല്ലെങ്കിൽ കഴുത്ത് വേദന ഉണ്ടാകും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഹെന്ന ഉപയോഗിക്കുന്നത് നിർത്തിയത്. അങ്ങനെ പിന്നെ ഞാൻ പല ഹെയർ കളറും ഇങ്ങനെ ഡൈകളൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഒന്നും അങ്ങ് സാറ്റിസ്ഫൈഡ് ആവുന്നില്ലായിരുന്നു. ചിലതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്, ചിലത് മുടി ഹെയർ ഫോൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മുടി പൊട്ടിപ്പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഗാർണിയർ കളർ നാച്ചുറൽസിനെ കുറിച്ച് അറിഞ്ഞത്. അത് അവിടെ പരസ്യത്തിൽ പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നില്ലേ, എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ എങ്ങനെയൊരു സാധനം കണ്ടു, അപ്പോൾ ഇത് യൂസ് ചെയ്തു, കുഴപ്പമില്ല, നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ സാധനം, ഈ ഗാർണിയർ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഇതിന് വേറെ എനിക്കൊരു പ്രത്യേകത തോന്നുന്നത്, നമ്മൾ നെറ്റിയിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഇത് കളയാൻ പറ്റും. വേറെ കമ്പനിയുടെയൊക്കെ അങ്ങനെ പറ്റിയെങ്കിൽ സ്കിന്നിലൊക്കെ പറ്റി കഴിഞ്ഞാൽ പോകാനായിട്ട് പാടാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റിയിലൊക്കെ പറ്റുന്ന ഹെയർ കളർ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെയുള്ള ഒരു സംശയം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പോൾ ഈ ഗാർണിയറിൻ്റെ ഇത് ഉപയോഗിച്ചാൽ പിന്നെ എനിക്ക് അങ്ങനെ ഹെയർ ഫോൾ ഒന്നും ഇല്ല കേട്ടോ. ഇത് അത്രയൊരു പ്രശ്നമുള്ള സംഭവമൊന്നും അല്ല എന്നെ സംബന്ധിച്ച്. പക്ഷെ അതിന് മുമ്പ് ഞാൻ വേറെയൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ചിലർക്ക് അങ്ങനെ വരാം. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം,
ഒരു 40+ അല്ലെങ്കിൽ 45+ നമുക്ക് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് കുറേ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമല്ലോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ കൂടെ ഇതുകൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഇത് തേക്കുന്നതിൻ്റെ ആണോ ഹെയർ ഫോൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എത്ര നാൾ ഈ കളർ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. ആക്ച്വലി ഇതിനകത്ത് പറയുന്നത് പെർമനൻറ്റ് ഹെയർ കളർ എന്നാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് അനുഭവപ്പെട്ടത് ഹെയർ കളർ ചെയ്യുന്നു. ഇപ്പം എൻ്റെ ഈ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹെയർ കളർ ചെയ്ത മുടി നീണ്ടു വന്നതാണ്. എൻ്റെ മുന്നേ ഉള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഹെയർ എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് ഇപ്പം എൻ്റെ ഒറിജിനൽ ഹെയർ ആണിത്. ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത് സ്മൂത്തനിങ് ചെയ്ത് ആ ഹെയർ എല്ലാം കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു. അപ്പോൾ ഒറിജിനൽ ഹെയർ ആണിത്. അപ്പോൾ ഈ ഹെയർ എല്ലാം കളർ ചെയ്തിട്ടുള്ള ഹെയർ ആണ്. അതായത് ഇങ്ങനെ കളർ ചെയ്ത് നീണ്ടു വന്നിരിക്കുന്ന ഹെയർ ആണിത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടോ അങ്ങനെ ഒരു വേറെ ഒത്തിരി പൊട്ടിയതായിട്ടോ അങ്ങനെ ഡാമേജ്ഡ് ഹെയർ ആയിട്ടൊന്നും തോന്നുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും തോന്നുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഇത് ഒറിജിനൽ ഹെയർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പെർമനന്റ് ഹെയർ കളർ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാം ആ കളർ ചെയ്ത ഹെയർ ആണ്. ഇതൊക്കെ ഞാൻ ഒരിക്കൽ ചെയ്തു, ഇങ്ങനെ മുടി നീണ്ടു വന്നതാണ്, പിന്നീട് അതൊക്കെ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ നീണ്ടു വരുന്ന മുടി അല്ലെ ഹെയർ കളർ അതേപടി നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വീണ്ടും ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മുടെ സ്കാൽപ്പിൽ നിന്നും മുടി വളരുന്നതനുസരിച്ച് നമ്മൾ ഏതായാലും കളർ ചെയ്ത് കൊടുക്കണം. പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഗ്രേ ഹെയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കളർ ചെയ്ത് കൊടുക്കണം. പിന്നെ കുറേ നാളൊക്കെ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ ഒരു ഇഞ്ചൊക്കെ കളർ പോകുന്നുണ്ട്. അപ്പം അത് ഈ ചെയ്ത കളർ പോകുന്നതാണോ എൻ്റെ മുടി നീളുന്നതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അത്രയൊരു പെർമനൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നീളുന്ന മുടിയാൽ പിന്നെ ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമ്പം ഈ റൂട്ടിൽ നിന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് എനിക്ക് ഈ ഹെയർ കളറിന് പെർമനൻ്റ് ആണോ എന്ന് ചോദിക്കുന്നതിനെ പറ്റി പറയാനുള്ളത്. എൻ്റെ അറിവ് വെച്ചുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ ഈ കളർ എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആദ്യമേയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല ലാസ്റ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ സ്കാൽപ്പേ എന്നൊക്കെ ചെയ്യുന്നതാണേലും കുറേ ദിവസം, ഒരു 10-15 ദിവസമൊക്കെ കൂടുമ്പോൾ റൂട്ട് ടച്ചപ്പ് ചെയ്താൽ മതിയായിരുന്നു. അതായത് നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് ടച്ചപ്പ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഇതിന്റെ ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആഴ്ചയിൽ ഒന്ന് വെച്ച് എനിക്ക് റൂട്ട് ടച്ചപ്പ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഇപ്പം ഫ്രണ്ടൊക്കെ ആണെങ്കിൽ, ഈ ഭാഗമൊക്കെ ആണെങ്കിൽ നമുക്ക് വിചാരിക്കാം നമ്മൾ എപ്പോഴും ഇങ്ങനെ മുഖമൊക്കെ കഴുകുമ്പം വെള്ളം പറ്റി സോപ്പ് പറ്റിയൊക്കെയാണ് കളർ പോകുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ഉള്ളിലേക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ കളർ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഇപ്പോൾ ഈ പ്രോഡക്റ്റിനില്ല. അവരെന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കും. കാരണം ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സെയിൽ കുറയുമല്ലോ. അതുകൊണ്ട് അവർ ക്വാളിറ്റിയിൽ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ചോദിച്ചേക്കുന്നു അലർജി ഉണ്ടാകുമോ എന്നുള്ളത്. അലർജി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്കിൻ റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അലർജി ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും ഓരോ പ്രാവശ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് അലർജി ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എപ്പോഴാണ് നമുക്ക് അലർജി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഇപ്പം സ്കാൽപ്പിലോ നെറ്റിയിലോ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും മുറിവുകളോ ഇപ്പം എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പിലൊക്കെ പിമ്പിളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പൊട്ടിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരിക്കലും ഹെയർ ഡൈ അപ്ലൈ ചെയ്യരുത്. കാരണം ഒരിക്കൽ നമുക്ക് ഇതിന് അലർജി വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അലർജി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് കണ്ടീഷനാണ്. നമ്മൾ പുറമേ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്കും അലർജി റിയാക്ഷൻ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സ്കിന്ന് റപ്ചർ ചെയ്തിരിക്കുന്ന പൊട്ടിയിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഒരിക്കലും ഹെയർ ഡൈ ചെയ്യരുത്. അതുപോലെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം അലർജി ടെസ്റ്റ് നടത്തിയതിന് മാത്രം ഇത് തലയിൽ അപ്ലൈ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ പേര് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇനി ബാക്കി നമ്മൾ ഈ കളർ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഓർക്കുവാണെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കളറുകളാണ്. എല്ലാം ഗാർണിയർ നാച്ചുറൽസിൻ്റെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു റിസൾട്ട് പറയാം. ഫസ്റ്റ് വണ്ണ് 3 ഡാർക്കസ്റ്റ് ബ്രൗൺ. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചാണ്. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കളറാണ്. അപ്പോൾ ഡാർക്കസ്റ്റ് ബ്രൗൺ തന്നെ നമുക്ക് ചെയ്യാം, നല്ലതാണ്. അതായത് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഹെയർ ആണ്, ഗ്രേ ഹെയറിൽ ചെയ്യുമ്പം ഒരു ബ്രൗൺ ഹെയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ 3 ഡാർക്കസ്റ്റ് ബ്രൗൺ എന്നുള്ള ഈ ഒരൊറ്റ കളർ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ക്രീമും ഉണ്ട്, അതിൻ്റെ ഡെവലപ്പറും ഉണ്ട്. രണ്ടും 1:1 എന്നുള്ള ഒരു കോമ്പിനേഷൻ അനുപാതത്തിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുക, അത്രയേ ഉള്ളൂ.
ഡാർക്കസ്റ്റ് ബ്രൗൺ. ഇതാണ് നമ്മുടെ നാച്ചുറൽ ഹെയർ കളർ എന്ന് പറയുന്നത്. കാരണം ബ്ലാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. ബ്ലാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കക്കറുപ്പ് പോലെ ഭയങ്കര കറുത്തിരിക്കും. നമ്മുടെ നോർമൽ ഹെയറിന് അത്രയും ഒരു കറുപ്പില്ലല്ലോ. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ഡൈ ഹെയർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ ബ്രൗൺ ഡാർക്കസ്റ്റ് ബ്രൗൺ യൂസ് ചെയ്യുക. പിന്നെ ഈ ബ്രൗണിന്റെ തന്നെ ഉണ്ടല്ലോ, ഡാർക്കസ്റ്റ് ബ്രൗണിന്റെ തന്നെ ലൈറ്റ് ബ്രൗൺ ഉണ്ട്, ബ്രൗൺ ഉണ്ട്. അതും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ലൈറ്റ് ബ്രൗൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ തീരെ അങ്ങ് നമ്മുടെ ഹെയർ ലൈറ്റ് ആയി പോകും. പെട്ടെന്ന് നമുക്ക് ടച്ചപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. തീരെ അങ്ങ് ലൈറ്റായിട്ട് പെട്ടെന്ന് എടുത്ത് നിൽക്കും മുടി. ഈ ഫ്രണ്ടിലൊക്കെയുള്ള മുടി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ലൈറ്റ് ബ്രൗൺ ആയതുകൊണ്ട് നല്ലൊരു കളർ കിട്ടത്തില്ല. അതുപോലെ തന്നെ ബ്രൗൺ എന്ന് പറഞ്ഞ വേറൊരു ഷെയ്ഡുണ്ട്. ബ്രൗണും വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഡാർക്കസ്റ്റ് ബ്രൗൺ ആണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ ഇത് തന്നെയായിട്ടും അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് 6.60 ഇൻറ്റൻസ് റെഡ്. ഇതും നിങ്ങൾക്ക് അറിയാം. ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഡാർക്കസ്റ്റ് ബ്രൗണിന്റെ കൂടെ ഞാൻ മിക്സ് ചെയ്ത് തേക്കുന്നതാണ് ഇൻറ്റൻസ് റെഡ്. അതായത് നമുക്ക് ബ്ലാക്കും അല്ല ബ്രൗണും അല്ല റെഡും അല്ലാത്ത ഒരു നല്ലൊരു കളറ് മുടിക്ക് കിട്ടാൻ വേണ്ടി. അതും ഒരു നാച്ചുറൽ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഡാർക്കും ഇൻറ്റൻസ് റെഡും കൂടെ മിക്സ് ചെയ്താലും നമുക്കൊരു നാച്ചുറൽ കളറായിട്ട് ഫീൽ ചെയ്യും. രണ്ടും ഒരേ അളവിൽ എടുക്കുക. ഡാർക്ക് ബ്രൗണും ഈ ഇൻറ്റൻസ് റെഡും ഒരേ അളവിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉള്ള ഒരു കളറ് മുടിക്ക് കിട്ടും. നല്ല ഭംഗിയായിരിക്കും മുടി കാണാൻ. ഞാൻ കൂടുതലും അതാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു കളറ് അല്പം കൂടുതൽ ചേർത്തിട്ടാണ് ഹെയർ ഡൈ ചെയ്യുന്നത്. കാരണം ഒരു റെഡ് ടിഞ്ച് ഹെയറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ കളർ കൂടുതൽ ചേർക്കും. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് ഈ കളർ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് ചുമന്ന് നിൽക്കുമോ എന്നുള്ളത്. ഇതുണ്ട്. ഇതിപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടി കാണാമല്ലോ. കണ്ടോ, ഒരു ചെറിയൊരു റെഡ് ടിൻറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മളിത് മിക്സ് ചെയ്ത് തേക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ചുമന്ന് നിൽക്കുമൊന്നുമില്ല. അത് ഒരുപാട് ചുമന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രേ ഹെയറിലേക്ക് ഇൻറ്റൻസ് റെഡ്, ഇങ്ങനത്തെ റെഡൊക്കെ തന്നെ മിക്സ് ചെയ്ത് അങ്ങ് തേക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് അങ്ങ് ചുമന്ന് നിൽക്കുന്ന ഒരു മുടി വരുന്നത്. അതുപോലെ ഹെയർ കളറുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെഡിന്റെ പല ഷെയ്ഡിലുള്ള കളറുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഗ്രേ ഹെയർ ചെയ്യുമ്പോഴാണ് മുടി ഭയങ്കരമായിട്ട് ചുമന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, എൻ്റെ മുടിക്ക് അങ്ങനെ വലിയൊരു ചുമപ്പൊന്നുമില്ല. പക്ഷെ ഇതിലും ഇത്തിരി കൂടി ഒരു റെഡ് ടിൻറ്റ് വരും കേട്ടോ, നമ്മുടെ നല്ല വെയിലത്തൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ. അപ്പോൾ നല്ല രസമാണ്. ഈ വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ റെഡ് ടിൻറ്റ് വന്ന് തിളങ്ങി നിൽക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തേക്കുന്നു. പിന്നെ ഞാൻ ട്രൈ ചെയ്ത ഒരു കളറാണ് 4.20 വൈൻ ബർഗണ്ടി. അപ്പോൾ ഈ ബർഗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു കളറ് നമ്മുടെ മുന്തിരിങ്ങാപ്പഴത്തിൻ്റെ ആ ഒരു വയലറ്റ് കളർ, അങ്ങനെ ഒരു കളറാണ് ഇത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് തേച്ച് നോക്കി. പക്ഷെ ഇതെനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. തേച്ചിട്ട് ഞാൻ ഗ്രേ ഹെയറിൽ തേച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും അറിയാം നമ്മൾ കളർ, ഈ ഗ്രേ ഹെയറിൽ കളർ തേച്ചിട്ടുണ്ട്. കാരണം ബ്ലാക്ക് ഹെയറിലേക്ക് ഇത് പിടിക്കുകയില്ല. ഗ്രേ ഹെയറിൽ മാത്രമേ ഈ കളർ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഗ്രേ ഹെയർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഡൈ ചെയ്തിട്ടുണ്ട് അല്ലെ കളർ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ഭാവമല്ലേ ഉള്ളൂ. അപ്പോൾ ഡൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. ബാക്കി ഇങ്ങനെ നമ്മുടെ സാധാരണ പോലെ കിടക്കുന്നു. അതുകൊണ്ട് ഞാനിത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തുള്ള ബാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ കളറ്. എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇത് അത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഒരെണ്ണം ഉപയോഗിച്ച് 5.32. ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മളിപ്പം റെഡിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്താൽ ഒരു ബ്ലാക്ക് കളർ പോലെ ആയി പോകും കേട്ടോ. ഇത് തന്നെ തേച്ചാലേ ഈ കളർ കിട്ടുള്ളൂ. വേറെ ഏത് കളറിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ആയി പോകുന്നുണ്ട്. പിന്നെയുള്ളത് 5.32 തപ്സീസ് കാരമൽ ബ്രൗൺ. തപ്സീസ് കാരമൽ ബ്രൗൺ എന്ന് പറയുന്നത് കാരമൽ ബ്രൗൺ ആണിത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രേ ഹെയറിൽ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം പറഞ്ഞില്ല ലൈറ്റ് ബ്രൗൺ, അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് തേക്കാം. എനിക്ക് തേച്ചിട്ട് ഒരു സ്യൂട്ടായിട്ടില്ല, എൻ്റെ മുഖത്തിന് ചേരുന്നില്ല. ഇതങ്ങ് തേച്ച് കഴിയുമ്പോഴത്തേക്കും മുഖമൊക്കെ അങ്ങ് ആകെ ഒരു ഡള്ളായ പോലെയുള്ള ഒരിതാണ്. കാരണം അതുകൊണ്ട് ഇതും ഞാൻ അങ്ങനെ ഉപയോഗിച്ചില്ല. 1-2 പ്രാവശ്യമൊക്കെ തേച്ചിട്ട് എനിക്ക് പിന്നെ മതിയായി. അതുകൊണ്ട് ഞാനിവിടെ വെച്ച്. ഇതും ഇൻറ്റൻസ് റെഡിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടും നല്ലൊരു കളർ കിട്ടുന്നില്ല. നമ്മുടെ ബ്രൗൺ മിക്സ് ചെയ്യുന്ന പോലെ ഉള്ളൊരു കളറ് ഇത് മിക്സ് ചെയ്തിട്ടും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതും എനിക്ക് അത്രയ്ക്കങ്ങ് ഒരു ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രേ ഹെയറിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ഇങ്ങനെ റൂട്ട് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇത് തേച്ചിട്ടുണ്ടെന്നുള്ളത്, പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഉള്ളതുണ്ടല്ലോ 7.65 റാസ്ബെറി റെഡ്. ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗ്രേ ഹെയറിൽ തേക്കുന്ന ഹെയർ ഡൈ അല്ല.
ഇത് ഹെയർ കളറാണ്, നമ്മുടെ ഡാർക്ക് ഹെയറിൽ തേക്കാനുള്ള ഹെയർ കളറാണ്. അതായത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഹെയർ കളറാണിത്. അപ്പോൾ ഇവത്തേൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് വിസിബിൾ കളർ ഓൺ ഡാർക്ക് ഹെയർ എന്നുള്ളത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഡാർക്ക് ഹെയർ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്ലീച്ചൊക്കെ ഇട്ടിട്ടാണല്ലോ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ബ്ലീച്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ക്രീമും ഉണ്ട് ഡെവലപ്പറും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മുടിയെ തേക്കുക, നമ്മുടെ ഡാർക്ക് മുടിയാൽ. ഇപ്പം എനിക്ക് ഈ ഡാർക്ക് മുടിയാലൊക്കെ എനിക്ക് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് കളർ വരും. എന്ന് വെച്ചാൽ ഭയങ്കരമായ ഒരു റെഡ് കളർ വരത്തില്ല, ഒരു എന്താണ് നല്ല വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ തിളങ്ങി നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു റെഡ് കളർ. നമ്മൾ നോർമലായിട്ട് ഇങ്ങ് നോക്കി കഴിയുമ്പോഴത്തേക്ക് വലിയൊരു നിറമൊന്നുമില്ല, പക്ഷെ നല്ല ലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ നല്ല നിറമായിരിക്കും. പക്ഷെ ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്തോ ഇത് ബ്ലീച്ച് മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു ഈ ക്രീം. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേച്ച ഭാഗത്ത് മുടിയെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റ് തോന്നുന്നുണ്ട്, മുടി കുറച്ച് ഡ്രൈ ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ബ്ലീച്ചും കൂടെ ചേർന്നായിരിക്കണം ഈ കളർ വരുന്നത്. നമ്മൾ എക്സ്ട്രാ ബ്ലീച്ച് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, ഇതിൽ അതിനുള്ള സാധനം അടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഹെയർ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെയർ ഡ്രൈ ആയിപ്പോയത്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷിച്ചതാണ്. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മുടി അങ്ങനെ ഡ്രൈ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഉപയോഗം നിർത്തി. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ അടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു കളറാണ് കളർമേറ്റിൻ്റെ ബർഗണ്ടി എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. കളർമേറ്റിൻ്റെ ഹെയർ കളർ ക്രീം ബർഗണ്ടി 6.65. അപ്പോൾ ഇത് കളർ ഉണ്ടോ, നല്ലൊരു റെഡിഷ് കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, ബർഗണ്ടി. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ ഹെയർ മൊത്തം ഹെയർ കളർ ഡൈ ചെയ്ത മുടിയാണ് ഇത് മൊത്തം. അപ്പോൾ ആ ഒരു കുറേ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ആഴ്ചയിൽ ഒന്ന് വെച്ച് റൂട്ട് ടച്ചപ്പ് ചെയ്ത് വിടുന്നു, പക്ഷെ താഴേക്കൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് വരുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു റെഡിഷ് ടിൻ്റ് ഉണ്ടല്ലോ അതങ്ങ് കുറച്ച് ഫെയ്ഡായി പോകും, കുറച്ചിങ്ങനെ ബ്രൗണിലേക്ക് വരും. ആ റെഡ് കളർ ഇങ്ങനെ കുറഞ്ഞൊരു ബ്രൗണിലേക്ക് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഈ കളറ് എടുത്തിട്ട് എൻ്റെ ഫുൾ ഹെയറിൽ തേച്ച് കൊടുക്കും. ഇതിനകത്തും ക്രീമും ഡെവലപ്പറുമാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്രയല്ലേ ഉള്ളൂ, ചെറിയൊരു പാക്കറ്റ്. ഇത് മൊത്തം അങ്ങ് എടുത്ത് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഈ ഫുൾ മുടിയിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും. റൂട്ടിൻ്റെ അവിടെ തേക്കത്തില്ല, റൂട്ടിൻ്റെ അവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബ്രൗണും ഇൻറ്റൻസ് റെഡും കൂടെ മിക്സ് ചെയ്ത് തേക്കും. ബാക്കി ഹെയറിലേക്ക് ഈ കളർ അങ്ങ് അപ്ലൈ ചെയ്യും. എന്നിട്ട് സാധാരണ പോലെ അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്യും, കണ്ടീഷണറും അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുടിയുടെ ഈ ഭാഗം എല്ലാം നല്ല ഇതുപോലത്തെ ബർഗണ്ടി കളർ, നല്ലൊരു റെഡിഷ് ടിൻ്റാണ്. അങ്ങനെ അങ്ങ് നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഒരു 2 മാസമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഞാൻ ഈ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കും. കാരണം ഇപ്പം നമ്മൾ ഹെയർ ഡൈ ചെയ്യുവാണെങ്കിൽ താഴേക്ക് ചെയ്യുന്നില്ലല്ലോ, ഈ ടോപ്പ് മാത്രമല്ലേ ചെയ്തു വിടുന്നുള്ളൂ. അപ്പോൾ താഴേക്കുള്ള മുടിയുടെ ആ കളർ പോകുന്ന കളർ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആണ് ഈ കളർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുഴപ്പമില്ല, അങ്ങനെ മുടി ഡ്രൈ ഒന്നും ആകുന്നില്ല, നോ പ്രോബ്ലം. നല്ലൊരു ഹെയർ കളറാണ്. പിന്നെ ഈ ഗാർണിയറിൻ്റെ കളർ നാച്ചുറൽസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉള്ളതുണ്ടല്ലോ, നമ്മുടെ മുടി ഡ്രൈ ആവുന്നില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ മുടി കിടക്കും. വേറെ ചില ഹെയർ കളറുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, റഫ് ആകും, നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാം. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇത് നന്നായിട്ട് മുടി സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ പുരുഷന്മാർ ഹെയർ ഡൈ ചെയ്യുന്ന കാര്യം കേട്ടോ, പുരുഷന്മാർക്കും ഈ കളർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ പാക്കറ്റായിട്ട് ജെൻസിന് വേണ്ടി വരുന്നുണ്ട്. അപ്പം പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത് ഈ ഡാർക്കസ്റ്റ് ബ്രൗൺ 3 ആട്ടോ ഏറ്റവും നല്ല കളറ്. നോർമൽ ഹെയർ ആയെന്ന് തോന്നും, ഒരു വ്യത്യാസവും വരത്തില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ പുരുഷന്മാരുടെ ഹെയർ ഇരിക്കും. പിന്നെ ഈ റെഡിൻ്റെ ഒക്കെ വരുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇൻറ്റൻസ് റെഡും കൂടെ മിക്സ് ചെയ്ത് വെച്ച് നിങ്ങൾക്കും പുരുഷന്മാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സ്കിന്നെ പറ്റുന്നത് കളയാനായിട്ട് ആ ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഹെയർ കളറിനെ പറ്റി പറഞ്ഞ് കുറേ അങ്ങ് നീണ്ടുപോയി, കുറേ കാര്യങ്ങളായി. കാരണം ഇത് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളെ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.